ഇതൊക്കെ ഉള്ളതാണോ? ഇനി ആരൊക്കെ വന്നാലും 100% ഉറപ്പ്. പറയട്ടെ, മാന്ത്രിക ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് അതിലാണ് മാജിക്കിന് എന്റെ രഹസ്യങ്ങളുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളാണെന്ന് ഈ മാജിക് എന്താണെന്ന് അറിഞ്ഞുകൂടാതിരിക്കുന്ന സിറ്റുവേഷനിലും അതിന്റെ ഒരു ലൈഫായിരുന്നു. ഹായ്, ഹലോ, നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ദ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ഓഫ് ഇല്യൂഷൻ ആൻഡ് ഇൻസൈറ്റ്സ്. യെസ്. അപ്പൊ നമ്മുടെ ചാനലിൽ ആദ്യത്തെ ഒരു പോഡ്കാസ്റ്റ് വീഡിയോ വരികയാണ്. നമ്മുടെ കൂടെ ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൾ തന്നെയാണ്, മായ മണികണ്ഠൻ. അറിയാലോ, കൂടെ ഉള്ളതല്ല, എപ്പോഴും നിങ്ങളുടെ കൂടെ ഉള്ള ആളാണ്. ഓക്കെ, അപ്പൊ ചേട്ടാ പറയൂ, എങ്ങനെയാണ് മാജിക്കിലോട്ട് വന്നത്? എങ്ങനെയാണ് മാജിക്കിലോട്ട് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ശരിക്കും എനിക്ക് തന്നെ അറിയത്തില്ല. സത്യം പറഞ്ഞ കുട്ടിക്കാലത്തെ അതൊരു ക്രൈസ് ആയിരുന്നു. ഞാൻ മാജിക് എന്ന് പറഞ്ഞിടക്കുന്നു. സത്യം പറഞ്ഞാല് കഴിഞ്ഞു പോകാം. ഓക്കെ, ശരിക്കും ഇതാണ് സംഭവം. എനിക്ക് മാജിക് എന്ന് പറഞ്ഞ കുട്ടിക്കാലത്ത് ഞാൻ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ റീസൺ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഈ മാജിക് എന്താണെന്ന് അറിഞ്ഞുകൂടാതിരിക്കുന്ന സിറ്റുവേഷനിലും അതിന്റെ ഒരു ലൈഫായിരുന്നു. ഞാൻ രഹസ്യം പറയട്ടെ, മാന്ത്രിക ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് റബ്ബറിന്റെ ഇടയിൽ തപസ്സിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമുക്ക് അറിയാനുള്ളവർക്കൊക്കെ അറിയാം കാര്യങ്ങൾ. ഞാൻ മാജിക്കലി ക്രേസ് ആയത് നമ്മുടെ മുതാർ സാർ ബാലരമയിൽ പണ്ട് എഴുതുമായിരുന്നു, ഓർമ്മയുണ്ടോ? മറ്റേ മാജിക് റിവീൽ ചെയ്യുന്ന അതിനാണ് ഞാൻ ശരിക്കും തുടങ്ങുന്നത്. ഞാൻ പഠിച്ച സെന്റ് ജോസഫ് സ്കൂളിലാണ്. അപ്പൊ അവിടെ നമുക്കൊരു മാജിക് ക്ലബ് ഉണ്ട്. നമ്മുടെ ഒരു സാറുണ്ട്, ജസ്റ്റിൻ ജോർജ് സാർ, ഹിന്ദി സാർ. അപ്പോ അവിടുന്ന് കണ്ടിട്ട് ഞാൻ അങ്ങനെ മാജിക് അക്കാഡമിയിലോട്ട് ആദ്യമായിട്ട് വരികയാണ്. അപ്പോ അവിടെ വെച്ച് കണ്ടൊരു ഫേസ് ആണ് ഇരിക്കുന്നത്. അത് ഞാൻ ഫസ്റ്റ് അവിടെ പോയി മറ്റേ ഫോമൊക്കെ എഴുതി കൊടുക്കുമ്പോൾ ചേട്ടനാണ് എന്റെ ഫോമൊക്കെ എഴുതി മേടിച്ച് ഞാൻ ആദ്യമായിട്ട് മാജിക്കിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആള് മാജിക് അക്കാഡമിന്ന് പിന്നെ നേരെ പോകുന്നത് മാജിക് പ്ലാനറ്റിലോട്ട്. അവിടെ പോയി ഷാഡോഗ്രാഫറായി, പിന്നെ വലിയ ആളായി. പിന്നെ അതിനുശേഷം കുറെ കാലം കഴിഞ്ഞിട്ടാണ് കൂടെ കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാല് ഞാൻ ഈ മാജിക്കിലേക്ക് എന്താണ് മാജിക് എന്ന് മനസ്സിലാക്കിയത് ഒരു 10 രൂപയുടെ, അന്നത്തെ 10 രൂപയുടെ, ഞാൻ 2ലോ 3ലോ പഠിക്കുമ്പോൾ കിട്ടിയ 10 രൂപയുടെ ഒരു മാജിക് എന്ന ബുക്ക് വെച്ചിട്ടാണ്. അതിലാണ് മാജിക്കിന് എന്റെ രഹസ്യങ്ങളുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളാണെന്ന് മനസ്സിലാക്കി പിന്നെ അതിനെ ഇഷ്ടപ്പെട്ട് കൂടുതൽ ഫോളോ അപ്പ് ചെയ്ത് ഇങ്ങനെ ഷോ ഒക്കെ ചെയ്തും സ്വന്തമായിട്ട് കണ്ടുപിടിച്ചും അങ്ങനെയൊക്കെ വന്നതാ. പിന്നെ പ്ലസ് ടു കഴിഞ്ഞ സമയത്താണ് മാജിക് അക്കാഡമിയിൽ എനിക്കൊരു എൻട്രി കിട്ടുന്ന, ഒരു നമ്പർ കിട്ടുന്നത്. അപ്പൊ അത് നമുക്കൊരു ചേട്ടനാണ് ആ നമ്പർ കളക്ട് ചെയ്തിരുന്നത്. ഇപ്പൊ ചേട്ടൻ നമ്മളോടൊപ്പം ഇല്ല, ചേട്ടൻ പോയി. ഓക്കെ, എനിവേ അതിനുശേഷമാണ് ഞാൻ മുതുകർ സാറിൻ്റെ കൂടെ കയറുന്നത്. അവിടെ ഓഫീസ് ബോയ് ആയിട്ട് കയറി, സ്റ്റോർ ഇൻചാർജ് ആയി. പിന്നെ സ്റ്റോർ ഇൻചാർജും കോഴ്സ് കോർഡിനേഷനും അങ്ങനെ എല്ലാം കൂടി ആയിട്ട് പോകുമായിരുന്നു. പിന്നെ മാജിക് പ്ലാനറ്റ്. അതിന്റെ ഇടയിൽ വെച്ചിട്ട് മാജിക് നൽകിയ ഒരു സൗഹൃദമാണ് ജിതേഷ് എന്ന് പറയുന്നത്. അത് അന്ന് ഇന്നും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നു ചേട്ടൻ എന്നെക്കാളും ഒരു എക്സ്പീരിയൻസ് ഉള്ള വെച്ചിട്ട് നമ്മൾ മാജിക്കിന്റെ എവല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ പല ഫീൽഡിലും ചേട്ടൻ കണ്ടിട്ടുണ്ടാവും. അതായത് എന്റെ കുട്ടിക്കാലത്ത് മാജിക്കിൽ ഭയങ്കര പോപ്പുലർ ആയിരുന്ന സാധനം എന്ന് പറയുന്നത് എസ്കേപ്പ് ആക്ടുകളാണ്. അത് മുതാർ സാറൊക്കെ പോയിട്ട് എസ്കേപ്പ് ആക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് സ്റ്റേജിൽ ഭയങ്കര കളർഫുൾ വിഷൻ, അംബ്രല്ല ആക്ട്, അങ്ങനത്തെ ഒരു ട്രെൻഡ് വന്നു കുറെ കാലം. പിന്നെ ക്ലോസ് അപ്പ് മാജിക്കിന്റെ ഒരു ട്രെൻഡ് വന്നു. ഇപ്പൊ മെന്റലിസം ഹിപ്നോട്ടിസം ഒക്കെ ടോപ്പായി നിൽക്കുന്നു. ഇപ്പോ ഇവിടെ നിൽക്കുന്നു. ഇനി അടുത്ത് എയുടെ ഒരു കാലം വന്നു കഴിഞ്ഞു. ചേട്ടൻ എന്ത് തോന്നുന്നു? ഇനി വന്നു കഴിയുമ്പോൾ മാജിക് സർവൈവ് ചെയ്യുമോ, അതോ ഇനി മജീഷ്യന്മാരൊക്കെ പോയിട്ട് ക്രിയേച്ചേഴ്സ് ഉണ്ടാക്കുന്ന മാജിക് ആവുമല്ലോ മാജിക്കിന്റെ ലൈഫ് എന്ന് പറയുന്നത്? 100% അതൊരു ബുദ്ധിമുട്ടാവത്തില്ല. അതിന്റെ റീസൺ എന്ന് വെച്ചാല് മാജിക് ലൈവ് കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. നമ്മളിപ്പോ ലൈവായിട്ടൊരു മാജിക് ചെയ്തിട്ട് അത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആണോ എന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ് കൂടുതൽ. അപ്പൊ ഒരു മാജിക് ഷോ കാണുമ്പോൾ ഇതൊക്കെ ഉള്ളതാണോ, സത്യമാണോ എന്ന് കാണാൻ വേണ്ടിട്ട് എന്തായാലും ആൾക്കാർ കൂടും. അതാണ് അവരുടെ ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഈ ആർട്ട് ഉള്ളിടത്തോളം, കലയുള്ളിടത്തോളം, അല്ലെങ്കിൽ കലാകാരന്മാരുള്ളിടത്തോളം കാലം മാജിക് എന്ന കല നശിക്കത്തില്ല. അതിന് ഏത് വന്നാലും ഇനി ആരൊക്കെ വന്നാലും 100% ഉറപ്പ്. അതിപ്പോ നമ്മള് ലൈവില് ഷോ ചെയ്യുമ്പോൾ എന്റെ തുടക്കകാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോ യൂഷ്വലി നമ്മളൊരു കോയിൻ വാനിഷ് ചെയ്യുന്നു. അപ്പൊ ആൾക്കാർ ഉടനെ പറയും, ഈ കോയിൻ ഞാൻ ഇവിടെ ഇവിടെ വെച്ച് ഞാൻ വാനിഷ് ചെയ്തു, ഓപ്പൺ ചെയ്തു. അപ്പൊ അടുത്ത ആൾക്കാർ സഡൻലി പോയിന്റ് ചെയ്യുന്നത് ഈ കോയിൻ ഇവിടെ ഉണ്ട്. നമ്മൾ പിന്നീട് അതിനെ ടാക്കിൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു റുട്ടീനാക്കി. കോയിൻ വാനിഷ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഈ കൈ എടുക്കുമെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് ഇവിടെ വാനിഷായി, ഇവിടെ അപ്പിയർ ആയി. അങ്ങനെ ഒരു രീതിയിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയുള്ള ഈ സഡൻലി ഉള്ള പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്യാൻ പറ്റും. ഇതുപോലെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അതായത് മാജിക് പിടിക്കപ്പെട്ടു, പിന്നീട് അതിനെ എങ്ങനെ സോൾവ് ചെയ്യാന്ന് കണ്ടുപിടിച്ചു, അങ്ങനെ എക്സ്പീരിയൻസ് എല്ലാം ഉണ്ടായിട്ടുണ്ട്? അതേ ഉണ്ടായിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാല് ചില മാജിക്കുകള് രഹസ്യം കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് പേര്
നമ്മളെ പിറകെ കൂടും. ഒരു ഷോ കാണാനായിട്ട് രഹസ്യം കണ്ടുപിടിക്കാനായിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സ്റ്റേജിൽ നിന്ന് പല എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പൊ ഒരു സാധനം അത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അത് സ്റ്റേജിൽ ചെക്ക് ചെയ്യാൻ കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോ വന്നു ഞാൻ ചെക്ക് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. പക്ഷെ ദയനീയമായിട്ട് എനിക്ക് പറയേണ്ടി വന്നു, ഇതെന്റെ ചോറാണ്, ജോലിയാണ്, അതുകൊണ്ട് ഇതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ പുള്ളി പിന്നെ സമാധാനത്തിൽ പോയി. പക്ഷെ അന്ന് എന്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ഞാൻ അതിന്റെ ഒരു പുതിയൊരു തലം, അതിലത് എങ്ങനെ പുതിയൊരു തലം എന്നല്ല, അത് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ ചിന്തിച്ച് 2 ദിവസത്തെ ഉറക്കത്തിന് കഴിഞ്ഞിട്ട് ഇന്ന് ആ ഐറ്റം ചെയ്യുമ്പോൾ സുഖമായിട്ട് സൂപ്പറായിട്ട് അത് ആരുടെ കയ്യിൽ വേണോ കൊടുക്കാം, ഫുള്ളായിട്ട് ചെക്ക് ചെയ്യാം. ഞാൻ ഏത് ഐറ്റം എന്ന് പറയുന്നില്ല, ഐറ്റം പറയാത്തതിന്റെ നമ്മള് അതിൻ്റെത് നമ്മൾ പ്രിൻസിപ്പിൾസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് മാജിക്കിന്, അത് ഇപ്പോഴും ഫോളോ ചെയ്യുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് അത്തരത്തിൽ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മാജിക്കുകൾ നമ്മുടേതായിട്ടുള്ള, ഇപ്പം എല്ലാ മാജിക്കും ഒരു കാലത്ത് അതിന് ചെറിയ എല്ലാ മാജിക്കും ഒന്നല്ല കേട്ടോ, ചില മാജിക്കുകൾ നമ്മുടെ കൈ എത്തുമ്പോൾ ചെറിയ ഡിഫാൾട്ട് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതിനെല്ലാം നമ്മുടേതായ രീതിയിൽ ഓവർകം ചെയ്ത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ വേറൊരു കാര്യം കണ്ടിട്ടുള്ളത്, നമ്മള് ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസ് ഇപ്പോ കാലപ്പഴക്കം വന്നിട്ട് അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യാതെ വരും. അതിനൊക്കെ ഉള്ള കുറെ സൊല്യൂഷൻ ചേട്ടൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതെങ്ങനെ അങ്ങോട്ട് എത്താൻ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഐറ്റം ക്രിയേറ്റ് ചെയ്യാനൊക്കെ തോന്നിയിട്ടുണ്ടോ അത് അങ്ങനത്തെ സാഹചര്യം വരുമ്പോ? അതൊരു ക്രൈസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പണ്ടൊക്കെ പല മാജിക്കുകളും. ഇന്നും ഞാൻ കണ്ടിട്ടില്ലാത്ത മാജിക് അന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുണ്ട്. അല്ലാതെ തന്നെ ഈ പഴയ ഐറ്റംസ് ഡാമേജ് ആയി കഴിഞ്ഞാൽ റീസെറ്റ് ചെയ്യുന്നതിനെ പറ്റിയല്ല ചോദിച്ചത്. ദാരിദ്ര്യമായിരുന്നു പണ്ട്, അതാണ് സത്യം. പുതിയത് മേടിക്കാനുള്ള ക്യാഷ് ഇല്ല. അതുകൊണ്ട് മാക്സിമം നമുക്ക് റീക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അതൊന്ന് റെഡിയാക്കി എടുത്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് സ്വാഭാവികമായിട്ട് പറ്റിയതാണ്. അത് നമുക്ക് ഉപയോഗം ചെയ്യുന്നുണ്ട്. ഇന്നും മാക്സിമം യൂട്ടിലൈസേഷൻ ഓരോ പ്രോപ്സിനും ഞാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ മാജിക് പഠിപ്പിച്ചു തുടങ്ങിയല്ലോ, ഇപ്പൊ പുതിയതായിട്ട് പഠിക്കാൻ വരുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റിനെ പറ്റി എന്താ തോന്നുന്നത്? ലൈക്ക് അവരുടെ ഇന്റൻഷൻ എന്താ? മാജിക് പഠിച്ചൊരു ആർട്ടായിട്ട് കണ്ട് അങ്ങനെ പോകണമെന്നാണോ, അത് റിവീൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ആൾക്കാരാണോ? 100% ഞങ്ങളുടെ പേടി അതാണ്. ഓരോ സ്റ്റുഡൻസിനോടും വീണ്ടും വീണ്ടും പറയുന്നത്, നിങ്ങൾ എത്ര വേണമെങ്കിലും പെർഫോം ചെയ്തിട്ട് വീഡിയോ ഇട്ടോ, പക്ഷെ സീക്രട്ട് വീഡിയോസ് ഇടരുത് എന്നുള്ളതിന്. ഇന്നിപ്പോ എല്ലായിടത്തും കിട്ടുമെന്നാണ് എല്ലാവരും പറയുന്നത്, അതൊരു സീനാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, ഇത് എത്രയൊക്കെ ഔട്ടായാലും നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ, ആർട്ട് എന്നുള്ള രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ അത് എൻജോയ് ചെയ്യാൻ ഇവരെല്ലാവരും ഉണ്ടാവും. അതുകൊണ്ട് അതൊരു വിഷയമേ ഇല്ല. പിന്നെ സ്റ്റുഡൻസിനെ നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞ് പഠിപ്പിക്കുക, ഇതിന്റെ ഒരു സീരിയസ്നെസ് പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയൊരു ജോലി, ഒരു അധ്യാപകൻ എന്ന നിലയിലുള്ള ജോലി. എപ്പോഴും അവരോടും, ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുക, അല്ലാതെ വെറുതെ അത് കണ്ടുപിടിക്കുക ഇരുന്നിട്ട് കാര്യമില്ല. ഇതൊരു നല്ലൊരു ആർട്ട് ഫോമാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു മാജിക് ചെയ്യാൻ പറ്റും?